നീ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട. നാട്ടിലെ 3 ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നമ്മൾ പാർട്ട്നേഴ്സ്. എന്തു പറയുന്നു? എടാ, നിനക്ക് നിങ്ങളെ കമ്പനിയിൽ നിന്ന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങളെ കമ്പനി ഓപ്പൺ ആവാൻ കുറച്ച് സമയം കൂടെ എടുക്കുമെന്ന് ഞാൻ അറിഞ്ഞു. എടാ, സത്യം പറയാലോ, ഞാൻ ഒരു നല്ല ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. പക്ഷെ നീ എന്നെ ജോലിക്കാരനായിട്ടല്ല, ഉടമസ്ഥനാക്കി മാറ്റുക. എടാ, ഇത് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഏതാ സമ്മതിക്കുക? കുറെ കാലത്തിന് ശേഷം നമ്മുടെ പാർട്ട്ണർഷിപ്പ് ദേ ഇവിടെ തുടങ്ങുന്നു. എന്താമേ? ഇതിലിപ്പോ ഞാൻ എന്ത് പറയാനാ? കൂട്ടുകാരനും ചേർന്ന് ബിസിനസ് ചെയ്യാന്ന് വെച്ചാ അത് നല്ലതല്ലേ? അതാ. അപ്പൊ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആന്റി, ഇവർക്ക് അടുക്കള പണി വല്ലതും അറിയാവോ? എന്റെ മോള് നന്നായിട്ട് പാചകം ചെയ്യും. എന്നാലേ വലിയ തെറ്റില്ലാത്ത രീതിയിൽ ഒരു കോഫി കിട്ടിയാ കൊള്ളാം. നീ വാളിയാ. എടാ, പഴയ ടീമിനെല്ലാം കാണാറുണ്ടോ? അവനെ കാണാറുണ്ട്. ഞാൻ അവന് കോഫി എടുക്കാം. എന്റെ ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. നന്ദനൊരു ജോലി. അമ്മേതാ മുരളേട്ടൻ വന്നു. എന്താ, ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണോ? അതെ, പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. ഓ, ഈ ഇരിക്കുന്നേക്കെ കൊള്ളാം. ഇരുട്ടത്ത് വല്ലവനും വന്ന് ചൂണ്ടിക്കൊണ്ടു പോവാതെ നോക്കിക്കോണം. ഈ പുള്ളിക്കാരൻ ചൂണ്ടിക്കൊണ്ടുവന്ന സുന്ദരിയെ ഇനി ആരും കൊണ്ടുപോവാനാ? ഓ, അങ്ങനെ. എന്താണ് അവിടെ? അയ്യോ അമ്മ. അമ്മേ, ഇതാമ്മേ. എന്താ ഇത്? വട, പഴംപൊരി, കട്ട്ലറ്റ്. ഇത് അമ്മയ്ക്കായിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാ, ഇവക്ക് കൊടുക്കാനെന്ന്. പള്ളി പോയി പറഞ്ഞാ മതി. എന്തിനാ മോനെ ഇതൊക്കെ വാങ്ങിയേ? മുമ്പ് ഓട്ടോ ഓടിച്ച് വരുമ്പോ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരായിരുന്നില്ലേ? അതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. ഇന്ന് മുതൽ ഞാനത് വീണ്ടും തുടങ്ങാണെന്ന് കൂട്ടിക്കും. ഇപ്പൊ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടല്ലോ. പിന്നെ കുറച്ചു മുമ്പ് ഞാനൊരു തല്ലുകേസിൽ പ്രതിയായേനെ. നമ്മുടെ നന്ദന്റെയും ദേവികയുടെയും കൂടെ കോളേജിൽ പഠിച്ച ഒരുത്തൻ സർപ്രൈസ് കാണിക്കാൻ ഒരു ഷോ കാണിച്ചു. ദേവിക തടഞ്ഞതുകൊണ്ട് അടി ഒഴിവായി. അവൻ ഷോ കാണിക്കാൻ? അവനെ എനിക്കൊന്ന് കാണണല്ലോ. അയ്യോ അമ്മേ, ആ കക്ഷി വന്നത് നന്ദന് വലിയൊരു ഭാഗ്യമായിട്ട്. എന്താ മുരളേട്ടാ? ഞാനവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയതാ. പക്ഷേ നന്ദൻ വിളിച്ചിട്ടാ വിശേഷം പറഞ്ഞത്. എന്താടാ കാര്യം? ഒരു സന്തോഷ വാർത്ത തന്നെയാ. നന്ദൻ ഒരു ജോലി എന്ന് വെച്ചാ ഒരു ബിസിനസ് പങ്കാളിത്തം. എന്താ മുരളേട്ടാ അത്? നന്ദന്റെയും ദേവികയുടെ ആ പഴയ കൂട്ടുകാരനില്ലേ കെവിൻ, അയാളുടെ ബിസിനസ്സിൽ നന്ദനെയും പാർട്ട്ണറാക്കാൻ തീരുമാനിച്ചു. ആണോ? നന്നായി. നിനക്ക് ജോലി കിട്ടിയതിനേക്കാൾ സന്തോഷം എനിക്കിപ്പോ. സത്യം. അല്ല, ഈ കെവിൻ നല്ല കക്ഷിയാണോ? അവർക്ക് നേരത്തെ അറിയാം. എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയ. അമ്മ ചെല്ല, വിശക്കുന്ന കഴിക്കാനെടുക്ക. മോളെ, നീ പോയതോടെ അമ്മയുടെ ജീവിതം മങ്ങിപ്പോയി. അച്ഛനും കൂടി നിന്റെ അടുത്തേക്ക് വന്നപ്പോ പൂർണ്ണമായി ഇരുട്ടിലായി. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാ ഇപ്പൊ എന്നെ ജീവിപ്പിക്കുന്നത്. നാളെ നിന്റെ ഓർമ്മ ദിനത്തിൽ അമ്മയും പ്രഭ ആന്റിയും അമ്പലത്തിൽ വരും. പ്രഭ ആന്റി പാവമാ.
ആന്റി അമ്മയുടെ കൂടെ വരുന്നതിൽ മോക്ക് ദേഷ്യമൊന്നും തോന്നരുത്. ചന്ദ്രത്തെ എല്ലാവരും പാവങ്ങളാ. നീ അറിഞ്ഞു കാണുമല്ലോ, ദേവികയോ അവിടെ ആരും തെറ്റുകാരൊന്നുമല്ല. പ്രഭയാന്റി ഇപ്പോ അമ്മയുടെ നല്ല കൂട്ടുകാരിയാ. നിനക്ക് വേണ്ടി പ്രഭയാന്റിയും പൂജകൾ ചെയ്യുന്നുണ്ട്. മോളെ, അമ്മയുടെ അടുത്തൊന്നു വാ മോളെ. അമ്മയ്ക്ക് നിന്നെ കാണാൻ കൊതിയാവുക. ചേച്ചി, ചേച്ചി എന്നിട്ട് കരയുന്നേ? ഒന്നുമില്ല, ഓരോന്നാലോചിച്ചിങ്ങനെ. ചേച്ചി പോയി കിടന്നേ, രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതല്ലേ. ചെല്ല്. ഞാൻ കിടന്നോളാം. നാളെ ചേച്ചി അമ്പലത്തിൽ പോകുമ്പോൾ ഞാനും കൂടെ വരാം. വേറൊന്നും കൊണ്ടല്ല, നാളെ അമ്പലത്തിൽ വെച്ച് ചേച്ചി കരയേ ക്ഷീണം വരിക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒരാൾ അടുത്ത് വേണം. നീ ബുദ്ധിമുട്ടണ്ട, പ്രഭ എന്നോടൊപ്പം വരുന്നുണ്ട്. ആര് വരുമെന്ന്? പ്രഭാവതി. നാളെ ഞങ്ങൾ ഒരുമിച്ചാ പോകുന്നത്. എന്തിനാ ചേച്ചി അവരെയൊക്കെ കൂടെ കൂട്ടുന്നത്? മീരയുടെ ഏറ്റവും വലിയ ശത്രു ആയിരുന്നില്ലേ അവര്? അതിന് പ്രഭയോ ചന്ദ്രത്തെ മറ്റാരെങ്കിലും ഒന്നും അല്ലല്ലോ യഥാർത്ഥ തെറ്റുകാര്. ഞാനതൊക്കെയാ മീരയോട് പറഞ്ഞത്. ഞാനും പ്രഭയും കൂടി ഒരുമിച്ച് പൊയ്ക്കോളാം. നാളെ ചേച്ചിയുടെ കൂടെ പ്രഭാവതി അമ്പലത്തിൽ പോകുന്നു. മനസ്സിൽ നിന്നൊരു ഭാരം അങ്ങ് ഇറങ്ങിപ്പോയതുപോലെ തോന്നുക സിദ്ധു. നന്ദൻ ഇങ്ങനെ വ്യക്തമായൊരു ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ മൂകത പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു നീറ്റലായിരുന്നു. കാശിനിപ്പോ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിലും ഒരു ജോലി വേണ്ടേ? ചെറുപ്പക്കാരനല്ലേ, ഊർജമൊക്കെ ചോർന്നുപോയി ഒരു ഉറക്കം തൂങ്ങുന്ന രീതിയിലായിപ്പോയി ഒരു ഘട്ടത്തിലവൻ. ഇപ്പൊ ഒക്കെ മാറി. ഞാനും കെവിനെ വിളിക്കാം, ഒരു താങ്ക്സ് പറയണം. അത് വേണം സിദ്ധു. നന്ദന്റെ കൂടെ പഠിക്കുന്ന സമയത്ത് ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. സിദ്ധു കണ്ടിട്ടുണ്ട്. നല്ല പയ്യനാ, ആത്മാർത്ഥതയുള്ളവൻ. അങ്ങനെ ഒരാളുമായിട്ട് ഒരുമിച്ച് ബിസിനസ് ചെയ്യുമ്പോ പേടിക്കണ്ട. എന്തായാലും താൻ പറഞ്ഞതുപോലെ മനസ്സൊന്ന് ശാന്തമായി. ദേവിയേക്കും സമാധാനമായി കാണും. ഇന്റർവ്യൂവിലൊക്കെ MLA ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം വരുമ്പോ അറിയാതെങ്കിലും ഇനി ഒരു വിഷമം തോന്നണ്ടല്ലോ. അതെ, അത് സത്യം. ഭർത്താക്കന്മാരുടെ ഒരു അന്തസ് ഏത് ഭാര്യയ്ക്കും പ്രധാനോ? ആണോ? അങ്ങനെയാണോ? പിന്നെ സിദ്ധു ബുദ്ധിമുട്ടിലായിരുന്നപ്പോ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഏതായാലും ദേവികയ്ക്കും നന്ദനും സന്തോഷമുള്ളൊരു ജീവിതം കിട്ടി. നാളെ ചന്ദ്രമതിയോടൊപ്പം അന്നദാനത്തിന് അമ്പലത്തിൽ പോകുമ്പോ ദേവികയ്ക്കും നന്ദനും വേണ്ടി എന്തെങ്കിലും പൂജകളൊക്കെ ചെയ്യണം. നന്ദന് ജോലി കിട്ടാൻ അല്പം താമസിച്ചെന്ന വിഷമം മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ചന്ദ്രമതിയുടെ ദുഃഖം എത്ര വലുതാ. പാവം, മകളും ഭർത്താവും പോയില്ലേ. ഇപ്പോഴും നല്ല മനസ്സോടെ ജീവിക്കുന്ന ചന്ദ്രമതിയെ കാണുമ്പോ അഭിമാനം എനിക്ക്. അങ്ങനെ ആവണം ഒരു പെണ്ണ്. കഴിക്കെത്തുമല്ലോ? ഇല്ലില്ല, ഉച്ചയ്ക്ക് കഴിക്കാൻ വരില്ല. സംഘടനകളുടെ പ്രോഗ്രാം കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അടുത്ത ആഴ്ച അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കുക. സ്വാഗത സംഘത്തിന്റെ ചുമതല എനിക്കാ. ഇന്നത്തെ സമ്മേളനത്തെ കുറിച്ച് പത്രത്തിലൊക്കെ നല്ല വാർത്തയാണല്ലോ ഗിരി. സമ്മേളനം എന്ന് പറയണ്ടമ്മേ, വ്യത്യസ്ത സംഘടനകളുടെ ആശയ സംവാദം എന്ന് പറയുന്നതായിരിക്കും ശരി. അതെ, അമ്മായിയച്ഛനും മരുമകനൊന്ന് ഏറ്റുമുട്ടും. എന്നുവെച്ചാ ഞാനൊരു തമാശ പറഞ്ഞതാ. സിദ്ധാർത്ഥൻ സാർ നേതൃത്വം നൽകുന്ന VDF-ന്റെ അധ്യാപക സംഘടനയാണല്ലോ
ഞങ്ങൾ KDF-കാരുടെ പ്രധാന എതിരാളി. ഞങ്ങളുടെ ആശയ സംവാദമായിരിക്കും സദസ്സ് കാത്തിരിക്കുന്നത്. നിങ്ങൾ അധ്യാപകർക്കിടയിൽ എന്തിനാ വേറെ വേറെ സംഘടനകള്? എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാ പോരെ? ആശയങ്ങളിൽ നിന്ന് സംഘടനകൾ രൂപപ്പെടുന്നത്, അല്ലാതെ മനഃപൂർവ്വം പുതിയ സംഘടനകൾ അങ്ങ് രൂപീകരിക്കുന്നതല്ല. അതുമല്ല, ഒന്നിലധികം പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുമ്പോൾ ആരോഗ്യപരമായ ഒരു മത്സരം ഉണ്ടാവും. നല്ല മത്സരത്തിൽ നിന്ന് പുതിയ കാര്യങ്ങൾ കിട്ടും. പണ്ട് റഷ്യ അമേരിക്കയും തമ്മിലൊരു മത്സരം ഉണ്ടായിരുന്നു. ആരാണ് ശക്തരെന്ന് തെളിയിക്കാൻ. അവർ നടത്തിയ മത്സരമാ മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചത്. ശരി ശരി, എന്നാ നിന്ന് താമസിക്കണ്ട, പോയി ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് വാ. ഗിരി, ഇന്ന് മീരയുടെ ഓർമ്മ ദിനോ? ആണോ? അമ്മയും ചന്ദ്രമതി ആന്റിയും കൂടി അമ്പലത്തില് അന്നദാനം നടത്താൻ പോകുന്നുണ്ട്. പാവം, ഈ വീട്ടിൽ വന്ന് എന്റെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കുന്നത് കണ്ണീന്ന് മായുന്നില്ല. അമ്മേ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. മീര ഇവിടെ വന്നത് പറഞ്ഞു വരുമ്പോ അകത്ത് ജയിലിൽ കഴിയുന്ന ആങ്ങളുടെ മോനെ കുറിച്ചുകൂടെ പറയേണ്ടി വരും. പ്രകാശ് മേനോൻ. ശരി, ഞാൻ ഇറങ്ങാം. ആ പ്രകാശ് അടുത്തെങ്ങാനും പരോളിലോ മറ്റോ ഇറങ്ങുമേ? അവ ഇറങ്ങട്ടെ, അവനെ കാണാൻ കാത്തിരിക്കുക ഞാൻ. MLA മാഡം, മാഡം. ഏയ്, അവിടെ നിൽക്കി. എന്താടാ? ഡ്രൈവറെ, വലിയ സ്വാതന്ത്ര്യമൊന്നും കാണിക്കണ്ട, പുറത്തു നിന്നാ മതി. സോറിടാ, ഞാൻ ഓർത്തില്ല. സ്വന്തം വീടാണെന്ന് കരുതി കുറച്ച് സ്വാതന്ത്ര്യം എടുത്തു പോയി. ഇനി ശ്രദ്ധിച്ചോളാടാ. സോറി. എടാ, നീ അത് സീരിയസ് ആയിട്ട് എടുത്തോ? ഞാൻ നിന്നെ വരട്ടാൻ വേണ്ടി ഒരു നമ്പർ ഇട്ടതാ. ഒന്ന് പോടാ അവിടുന്ന്. നിന്റെ ഒരു നമ്പറിനെ ഞാൻ അതിന്റെ മേലെ വേറൊരു നമ്പർ ഇട്ടതാ. അയ്യടാ, വീടിന്റെ പുറത്ത് നിൽക്കണോ അല്ലേ? ഇതേ എന്റെ വീടാ. എടാ, ഞാനേ MLA ഭർത്താവാ. നീ MLA ഭർത്താവാണെങ്കിൽ ഞാൻ MLA ഡ്രൈവറാടാ. എന്നോട് വേണ്ട. മാഡം, എന്തേ കാണിക്കുന്നേ? MLA കറക്റ്റ് സമയത്ത് എത്തിയത് നന്നായി. ഇല്ലെങ്കിൽ ഇവനെന്ന് ഞാൻ വിട്ടേക്ക്, പാവം പയ്യനല്ലേ. MLA പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുക. മുരളിയേട്ടൻ കൃത്യസമയത്ത് എത്തിയല്ലോ. കൃത്യതയുള്ളൊരു MLA ഡ്രൈവറും കൃത്യമായിട്ടിരിക്കണ്ടേ? കളിയാക്കല്ലേ മുരളിയേട്ടാ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇന്നലെ വരെ ഞാൻ ഇടപെട്ടുകൊണ്ടിരുന്ന ദേവികയോടല്ല ഞാൻ ഇപ്പൊ ഇടപെടുന്നതെന്ന് എനിക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. സംസ്ഥാനത്തിലെ വിശിഷ്ട പദവിയുള്ള ആളാ. അതുകൊണ്ട് വാക്കുകൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചേ പറയും. നീ നോക്കിക്കോടാ, നാളത്തെ മുഖ്യമന്ത്രിയെ നിൽക്കുന്നേ. ഈശ്വരാ, ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നെ കളിയാക്കല്ലേ മുരളിയേട്ടാ. ഞാനീ പറയുന്നത് കേട്ടാ ദേവിക്ക് മാത്രമേ അത് കളിയാക്കിയതായിട്ട് തോന്നൂ. ബാക്കി എല്ലാവർക്കും അറിയാം ഞാൻ പറയുന്നത് സത്യമാണെന്ന്. അപ്പോ ഞാൻ ഭാവി മുഖ്യമന്ത്രിയുടെ ഭർത്താവാണല്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഡ്രൈവറാ. ഞാൻ പറയുന്നതൊക്കെ നീ കണ്ണു അടച്ച് അനുസരിച്ചോണം. ഓ, ഉത്തരവ്. നന്ദ, നീ കെവിന്റെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാണല്ലേ? വളരെ നല്ല കാര്യം. അതേടാ, കെവിന്റെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. നല്ല റാങ്കിങ്ങിൽ നിൽക്കുന്ന കമ്പനിയാ. കെവിന്റെ കമ്പനിയെ കുറിച്ച് അന്വേഷിച്ചതിൽ എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. അതേ മുരളിയേട്ടാ, നന്ദുവിന് വളരെ യോജിച്ചൊരു ബിസിനസ് ടൈപ്പാ കെവിനുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ കെവിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ജോലി ചെയ്യാൻ നല്ലൊരു അന്തരീക്ഷം കിട്ടിയാൽ തന്നെ നമ്മുടെ ആത്മാർത്ഥത കൂടും. എന്നെ പോലെ. അതെ അതെ, കറക്റ്റ്. മുരളിയേട്ടാ, ഞാനേ നന്ദുവിന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഇപ്പൊ ഇറങ്ങാം. മുരളിയേട്ടൻ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചിട്ടാ വന്നത്. അല്ല, ആന്റി എവിടെ പോയി? അമ്മ ചന്ദ്രമതി ആന്റിയും കൂട്ടി അമ്പലത്തിൽ പോയിരിക്ക അന്നദാനത്തിന്. അന്നദാനത്തിനോ? ഇന്ന് മീരയുടെ ഓർമ്മ ദിനാ. മീരയ്ക്ക് വേണ്ടി ആന്റി അന്നദാനം നടത്തുക.
ചന്ദ്രമതി, വാ. എന്റെ ശക്തിയൊക്കെ ചോർന്നു പോകുന്ന പോലെ തോന്നുക പ്രഭേ. പാവ എന്റെ മോള്. എനിക്ക് വേണ്ടി അവളായിരുന്നില്ലേ പ്രഭേ അന്നദാനവും ആണ്ടുബലിയും നടത്തേണ്ടിയിരുന്നത്? എത്ര കാലം ജീവിച്ചിരിക്കേണ്ടവളായിരുന്നു എന്റെ മീര. എന്നെ തനിച്ചാക്കി അവളും എന്റെ ബാലുവും പോയി. മരിച്ചവർക്ക് വേണ്ടി നല്ലത് ചെയ്യുക എന്നുള്ളതും പുണ്യ ചന്ദ്രമതി. നീ വിഷമിക്കാതെ. മീരയ്ക്ക് വേണ്ടി കുറെ സാധുക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും നീ കൊടുക്കുന്നില്ലേ? ഒരുപാട് പേരുടെ പഠനത്തിന് സഹായം ചെയ്യുന്നു. ആ ആൾക്കാരിലൂടെ മീര ജീവിക്കല്ലേ ചന്ദ്രമതി? മരിച്ചുപോയവരെ മറന്നു കളയുമ്പോഴേ കുറ്റബോധം തോന്നേണ്ടതുള്ളൂ. മീരയും ബലരാമനും ഇപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ട്. പ്രയാസപ്പെടാതെ. മീരയുടെ പേരിൽ ഒരു നല്ല കാര്യം നീ ചെയ്യാൻ പോകുന്നത്. അത് സന്തോഷത്തോടെ വേണം ചെയ്യാൻ. കഴിഞ്ഞതൊക്കെ ഓർത്ത് വിഷമിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ചന്ദ്രമതി. മീര പോയപ്പോഴോ ബലരാമൻ മരിച്ചപ്പോഴോ നീ കൂടെ മരിച്ചോ? ഇല്ലല്ലോ. അതിനർത്ഥം എന്താ? നിനക്ക് ഭൂമിയിൽ ജീവിച്ചേ പറ്റൂ. അത് പ്രകൃതി നിയമമാണ്. നീ വാ. മീരയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണം പോലെ നമുക്ക് ഈ അന്നദാനം നടത്താം. വാ. ആ പറടാ. ഋഷി, നീ വീട്ടിലാണോ? അതെ. ആ പ്രഭാവതി ഇവിടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ആണോ? എന്തോ അന്നദാനോ മറ്റോ നടത്താനാ. മിക്കവാറും ഒരു 1.5 മണിക്കൂറുണ്ടാവും. മതി. ഞാൻ കാത്തിരുന്ന അവസാനം കയ്യിലെത്തി. നിങ്ങളോട് നിന്നോ, ഞാൻ ഉടനെ എത്താം. എന്നാ വേഗം വാ. ഇന്ന് പൊളിച്ചെടുക്കണം നമുക്ക്. 2 പ്രാവശ്യം കൈ വന്ന അവസരം മാറിപ്പോയത്. ഇത്തവണ എന്തായാലും അങ്ങനെ വിട്ടുകളയില്ല. എന്നാ നീ വെച്ചോ. ഓക്കെടാ. എന്തിനാ അവൻ പറഞ്ഞേ? അവനിപ്പോ വരാന്ന് പറഞ്ഞു. ഋഷി, അമ്മ നിന്റെ ഫേവറേറ്റ് മഷ്റൂം ടോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മേ, ഞാൻ അത്യാവശ്യം ഒരു സ്ഥലം വരെ പോവാ. എങ്ങോട്ടാടാ? കുറച്ച് ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യാം. കുറെ ദിവസമായി അവരെ കണ്ടിട്ട്. അവരോടൊരു മൂവിക്കൊക്കെ പോയിട്ടേ വരൂ. അവരുമായിട്ടാണോ നീ സംസാരിച്ചേ? ആ അതെ. പക്ഷേ മൂവിക്ക് പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞതാ. ഞാൻ ഇറങ്ങട്ടെ. വേണ്ട, ഇന്നിനി എങ്ങോട്ട് പോണ്ട. അമ്മയുടെ കൂടെ ഇരിക്കെ. അമ്മേ, അവർ കാത്തു നിൽക്കാ. എനിക്ക് പെട്ടെന്ന് പോണം. നീ എവിടേക്കാ പോകുന്നേ? സത്യം പറയടാ. ഫോണിൽ പറയുന്നൊക്കെ ഞാൻ കേട്ടു. സിനിമയ്ക്കൊന്നും അല്ല നീ പോകുന്നേ. പറ. അമ്മേ, അമ്മ പേടിക്കുന്ന പോലൊന്നും ഇല്ല. ഞാൻ ഉടനെ വരാം. എന്നാ അമ്മയും കൂടി വരാം. നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ അമ്മേ, ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? അമ്മ സമാധാനമായിട്ടിരിക്കുക. ഞാൻ വേഗം എത്തും. ഋഷി, രജനി, എന്താ അമ്മേ? കുറെ നേരമായി ബെല്ലടിക്കുന്നു. ഹലോ, അതെ രജനിയാണ്. എപ്പോ? എങ്ങനെയാ? എവിടെയാ? ആ ശരി. എന്താ മോളെ? അമ്മേ, ഗിരിയുടെ മീറ്റിംഗിനിടയിൽ എന്തോ തർക്കോ ബഹളോ ഒക്കെ നടന്നു. പോലീസ് ഗിരിയെ കസ്റ്റഡിയിലെടുത്തുന്ന്. ആണോ? അമ്മയ്ക്ക് എന്തായാലും ചൂടില്ലാത്ത? അമ്മ ഇതൊക്കെ വലിയ പ്രശ്നമല്ലേ? അതെ, മോള് പറയുന്ന നേരാ. പക്ഷേ അത് സംഘടനാ നേതൃത്വം ഇടപെടും. മോള് വിഷമിക്കാതെ. ഗിരി എത്രയും പെട്ടെന്ന് ഞാൻ ഇറക്കും അമ്മേ. സുദേവൻ ചേട്ടാ, എന്ത് വന്നാലും ശരി, പനവൂരിൽ 8-ാം തീയതി മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരിക്കണം. അതിൽ മാറ്റമില്ല മാഡം. നമുക്ക് 8-ാം തീയതി തന്നെ നടത്താം. മാഡം, മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാ. ഹലോ സാർ. അതെ, മെഡിക്കൽ ടീമിന്റെ ലിസ്റ്റ് ഉടനെ അയക്കാം.
ആ അതെ, ആ പ്രദേശത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ സ്ഥിരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ അതെ, അവരൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ശരി, ഞാൻ മിനിസ്റ്റർ നേരിട്ട് വന്ന് കണ്ടോളാം. അവൾ എടുക്കുന്നില്ല. ആ ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ നമുക്ക് മിനിസ്റ്ററുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. കൗൺസിലിംഗ് മാത്രം പോരാ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെ മുതിർന്ന നേതാക്കളെയും പങ്കെടുപ്പിക്കണം. ശരി മാഡം. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനുണ്ട്. അവൾ മനഃപൂർവ്വം എടുക്കാത്തതാ.